ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ജാഗ്രതയോടെ നീങ്ങാൻ സർക്കാരും CPIM-ഉം കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയത് സംശയാസ്പദമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. എല്ലാ മാസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിലും ഇത്തവണ ഗവർണർ നിലപാട് കടുപ്പിച്ചേക്കുമെന്നാണ് സൂചന. പ്രേക്ഷകർ സംശയിക്കുന്ന ഒരു കാര്യം, ചില പ്രേക്ഷകരെങ്കിലും സംശയിക്കുന്നത്, അതായത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നാൽ അത് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ഗവർണർ ചെയ്യും. അത് ചെയ്താൽ രാഷ്ട്രപതിയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ഇവിടുത്തെ ഭരണവും സംവിധാനവും എല്ലാം ടേക്ക് ഓവർ ചെയ്യുകയും പ്രസിഡൻഷ്യൽ ഭരണം ഏർപ്പെടുത്താനും കഴിയും ഭരണഘടനയുടെ നിയമങ്ങൾ അനുസരിച്ച്. അതാണ് ചില ആളുകളൊക്കെ ഇപ്പോൾ ഭയക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യത തീരെ വിരളമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഷെഫീദ് റാവുത്തറിൻ്റെ റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇപ്പോൾ ചില വിചിത്രമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഗവർണർ ഇന്നലെ നടത്തിയ കൊല്ലത്തെ നടുറോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമടക്കമുള്ള വിഷയങ്ങൾ, ഗവർണർ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും തനിക്ക് സംസ്ഥാനത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം ധരിപ്പിച്ചത്, അതടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം സംസ്ഥാനത്തോട് ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് തേടിയതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. എന്നാൽ ചീഫ് സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാജ്ഭവന് മുൻപിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. CRPF രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ ഏറ്റെടുത്തെങ്കിൽ കൂടി ഗേറ്റിലടക്കം ഇപ്പോഴുള്ളത് കേരള പോലീസ് തന്നെയാണ്. 31 അംഗ സംഘം, കമാൻഡോ സംഘമാണ് നിലവിൽ ഇപ്പോൾ രാജ്ഭവനിലെത്തി ഉദ്യോഗസ്ഥരെയും ഗവർണറെയും കണ്ട് രാജ്ഭവന്റെയും അതേപോലെ തന്നെ ഗവർണറുടെയും സുരക്ഷ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ കൂടുതൽ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത 2 ദിവസം ഇവർ ഈ സംവിധാനങ്ങൾ പഠിക്കും. ഏതൊക്കെ തരത്തിലാണ് സുരക്ഷ ഒരുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം. എത്ര കമാൻഡോ സംഘം വേണം? നിലവിലിപ്പോൾ പള്ളിപ്പുറത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥരാണ് ഇത് ലീഡ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ വേണോ, ഏതൊക്കെ സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ ഒരു റിപ്പോർട്ട് അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് CRPF കൈമാറും. അതിനുശേഷമായിരിക്കും എത്ര പേരടങ്ങുന്ന സംഘം, ഏത് രീതിയിൽ ഗവർണറുടെ സുരക്ഷ നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക. അപ്പോഴും ഗവർണർക്കൊപ്പം കേരള പോലീസ് ഉണ്ടാകും, കേരള പോലീസിൻ്റെ അകമ്പടി വാഹനങ്ങൾ ഉണ്ടാകും. അവരുടെ കോൺവേയിൽ തന്നെയായിരിക്കും ഗവർണർ സഞ്ചരിക്കുകയും ചെയ്യുക. ഏതായാലും അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതിനും അപ്പുറത്തേക്ക് സർക്കാർ ഇക്കാര്യത്തെ കാണുന്നത്, ഗവർണർ ചില അപ്രതീക്ഷിത നീക്കങ്ങൾ ഇന്നലെ നടത്തി. ഇങ്ങനൊരു നീക്കം നേരത്തെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ തലവനാണ് ഗവർണർ. ആ ഗവർണർ സംസ്ഥാനത്തെ പോലീസിന് വിശ്വാസമില്ല എന്ന് പറയുന്ന സാഹചര്യം, അത് സ്വാഭാവികമായും സംസ്ഥാനത്തെ സംബന്ധിച്ച ചില പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും ഇന്നലെ മുഖ്യമന്ത്രി വളരെ കർശനമായ ഭാഷയിൽ ഗവർണറെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് കേന്ദ്ര കമ്മിറ്റി ചേരുകയാണ് തിരുവനന്തപുരത്ത്. സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കും. മാത്രമല്ല അവരടക്കം ഇതിൽ ചൂണ്ടിക്കാണിക്കുക, ഇനി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഒരു വിട്ടുവീഴ്ച വേണ്ട, അതേ രീതിയിൽ തന്നെ ഇക്കാര്യങ്ങൾ പോകട്ടെ. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര്, അതിൽ ഗവർണറുടെ നിലപാട് സംസ്ഥാന സർക്കാരിനെ കാര്യമായി ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ പോകട്ടെ എന്നുള്ള തീരുമാനം അത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാവുകയും ആ തീരുമാനം എടുക്കുകയും ചെയ്യും. ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഇല്ല. 30-ാം തീയതി കൊച്ചിയിലേക്കും അതിനുശേഷം അടുത്ത മാസം 17-ാം തീയതി മാത്രമേ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തുകയുള്ളൂ. പക്ഷേ പോര് സംസ്ഥാന സർക്കാരും ഗവർണർക്കും ഇടയിലുള്ള വിയോജിപ്പ്, അത് ഒരു അനുനയ സാധ്യതയുമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയോട് ഇന്നലെ ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടും വരെ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ മറുപടി. അതടക്കം സംസ്ഥാനത്ത് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സംസ്ഥാന സർക്കാരും ഗവർണറും കൊമ്പ് കോർക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ നിരന്തരം കാണുകയാണ്. ഇതിലൊരു അവസാനമില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും നിരവധിയാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റും 42 സെക്കൻഡും.